ചിക്ക് വെളുപ്പാണല്ലോ മഞ്ഞിൻ കൂട്ടം വർണ്ണങ്ങൾ വർണ്ണങ്ങൾ എൻ ലോകം നിറയുന്നു പാടാം കളിക്കാം വർണ്ണങ്ങൾ കാണാം ഗുഡ് മോർണിംഗ് എല്ലാവരും ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രകൃതി തന്നെ ഒരു പച്ചപ്പാണ് അല്ലേ? അപ്പം ഞങ്ങൾക്ക് കിട്ടിയ നിറം തന്നെ ഗ്രീനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പച്ചപ്പിൻ്റെയും എല്ലാം നിറം കൂടിയായ പച്ചയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് തന്നെ നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ കുറിച്ചാണ് ഫസ്റ്റ് തന്നെ പറയുന്നത്. ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നതും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവത്തെക്കുറിച്ച് തന്നെയാണ്. മരങ്ങളുണ്ട്, അതേപോലെ ഔഷധങ്ങളുണ്ട്, ഔഷധ ചെടികളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതേക്കുറിച്ചിട്ട് കുറച്ച് നമ്മൾക്ക് അത്രയും സമയമില്ലാത്തതുകൊണ്ട് എല്ലാറ്റിനെയും കുറച്ച് നമ്മൾക്ക് അതിലൂടെ കടന്നു പോവാം. ആദ്യം തന്നെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പത്തൽ. നമ്മളിത് കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ കർക്കിടകത്തിലെ ഏറ്റവും പ്രധാന ഇനമായ പത്തിലക്കറികളെ കുറിച്ചാണ് ആദ്യം തന്നെ പറയുന്നത്. പത്തിലക്കറികൾ എന്നാൽ എന്താണെന്ന് പറഞ്ഞാൽ 10 ഇലകൾ കൊണ്ടുള്ള കറികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 10 ഇല, ഓരോന്നും 10 ഇല കറി വെക്കൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നല്ല കാലമാണ് കർക്കിടക കാലം. ആയുർവേദം പറയുന്നത് ഔഷധം ഫലപ്രദമായി പ്രവർത്തിക്കുന്ന സമയം കൂടിയാണിത്. പണ്ടുള്ളവർ ഇക്കാലത്ത് പ്രത്യേക ഭക്ഷണ രീതി തന്നെ തുടർന്നു വന്നിരുന്നു. അതാണ് 10 ഇല വെക്കൽ. അടുത്തത് കഴുതാമയാണ്. ഒരു ഔഷധ സസ്യമാണ് ഇത്. കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ, കഫക്കെട്ട്, ശരീരത്തിലെ നീര്, വിഷബാധ, ത്വക്ക് രോഗങ്ങൾ, രക്തക്കുറവ് എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. തഴുതാമയുടെ ഇല തോരൻ രൂപത്തിൽ കഴിക്കാം. ഇതിൻ്റെ വേര്, ഇല, പൂവ്, തണ്ട് എന്നിവയെല്ലാം ഔഷധ ഗുണമുള്ളതാണ്. ഇനി പറയില, കോവഞ്ചല, മധുരച്ചീര, മണിത്തക്കാളി ഇവ ജലം അടങ്ങിയ ഇലകളും പ്രാദേശികമായി ലഭിക്കുന്നു. ഭക്ഷ്യയോഗ്യമായ മറ്റ് ഇലകളും പത്തിലക്കറികളിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇതാണ് ഈ മാസത്തിലെ കർക്കിടക മാസത്തിലെ ഏറ്റവും ഉത്തമമായ ഔഷധ ഇലകൾ. നമസ്കാരം. ഞാനിവിടെ ഒരു കുട്ടിയുടെ പാരൻ്റായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഗ്രൂപ്പ് പച്ചയാണ്. പച്ച കേരളം തന്നെ പച്ചയാണല്ലോ. കേരളത്തിൻ്റെ പ്രകൃതി കവികളും കലാകാരന്മാരും എല്ലാം വർണ്ണിക്കുന്നത് പച്ചയെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ നമ്മളൊക്കെ കാടും മലകളും എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു പ്രകൃതി രമണീയമായ ഒരു സംഭവമാണ് കേരളം. അതിൻ്റെ പച്ച നിറമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാ സസ്യങ്ങളും മരങ്ങളും അതുപോലെ ഭക്ഷ്യസാധനങ്ങൾ അധികവും പച്ച നിറങ്ങളാണ് ഉള്ളത്. അതെല്ലാം നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നു. അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് നമുക്ക് വളരെയേറെ പോഷകങ്ങൾ നൽകുന്നു. അത് ടീച്ചർ പറഞ്ഞ പോലെ തന്നെ പോഷകങ്ങളടങ്ങിയ ഒരുപാട് സസ്യങ്ങൾ, ആഹാര വസ്തുക്കൾ എല്ലാം തന്നെ നമുക്ക് ഈ പ്രകൃതിയിൽ നിന്നാണ് കിട്ടുന്നത്. പ്രകൃതി ഇല്ലെങ്കിൽ ഈ ജീവവായു നമുക്ക് കിട്ടുന്നത് തന്നെ ഈ പ്രകൃതിയിൽ നിന്നാണ്. ധാരാളം മരങ്ങൾ നമ്മൾ വെച്ച് പിടിക്കേണ്ടത്. ഈ മരങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭൂമിയിൽ മഴയും കൃഷി ചെയ്യാനും ജീവിക്കാനുള്ള വായുവും വെള്ളമൊക്കെ ലഭിക്കുകയുള്ളൂ. അതിനെല്ലാം വെട്ടിമാറ്റാതെ സൂക്ഷിക്കാൻ നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് കുട്ടികളെ ശീലിപ്പിക്കണം. ചെടികളെ വെച്ച് പിടിപ്പിക്കാൻ ശീലിപ്പിക്കണം. അതുപോലെ സസ്യങ്ങൾക്ക് നമ്മൾ ഏറ്റവും മൂല്യമായ വസ്തുവാണ് സസ്യം. അതുകൊണ്ട് വെള്ളം, മരങ്ങൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ജീവിക്ക് പോകാൻ പറ്റുള്ളൂ. ഇന്നത്തെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒന്നിനേക്കാളും വലുതല്ല ഈ ഭൂമിയിൽ മറ്റുള്ളതൊന്നും. ഏറ്റവും വിലപ്പെട്ടതാണ് ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ. അതിൻ്റെ നിറത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന പച്ച നിറമാണ്. ആ പച്ചയ്ക്ക് നമുക്ക് സഹായിക്കുന്നത് സൂര്യപ്രകാശവും കൂടിയാണ്. അതുകൊണ്ട് അതിനെ വളരെ വലിയേറിയ അതിനെ നമ്മൾ നശിച്ചു പോകാതെ സൂക്ഷിക്കാൻ നമ്മൾ കുട്ടിക്കാലം തൊട്ട് കുട്ടികളെയും മറ്റുള്ളവരെയും. പാലക്കാട്ടിലെ നെല്ലറയാണ്. പാലക്കാടാണ് നമ്മുടെ നെല്ലറ. അതുകൊണ്ട് നമ്മളെല്ലാവരും അധികം പേരും ഇവിടെ കൃഷിക്കാരാണ്. അതുകൊണ്ട് ഞാൻ കൃഷിയെക്കുറിച്ച് കുറച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മൾ ഈ കാണുന്നത് ഇതൊരു കണ്ടമാണ്. അതെങ്ങനെയാണ് നമ്മൾ വിളവെടുക്കുന്നത്? നമുക്ക് എപ്പോഴും ആഹാരത്തിനും എല്ലാറ്റിനും നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് അരി. അത് നമ്മളെങ്ങനെ നമ്മുടെ കയ്യിൽ വന്ന് എത്തുന്നു എന്ന് ഒരുപാട് കൃഷിക്കാരുടെ വിയർപ്പിലൂടെയാണ്. അവരൊരുപാട് അധ്വാനിച്ചിട്ടാണ് നമ്മൾക്ക് അരി രൂപത്തിൽ നമ്മുടെ കയ്യിലെത്തുന്നത്. അത് എങ്ങനെയാണ് അവർ കൃഷി ചെയ്യുന്നത് എന്നുകൂടി നോക്കാം. ഇതവിടെ എന്താണെന്ന് പറഞ്ഞാൽ അതവിടെ കെട്ടിയിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു കണ്ടമാണ്. അതിൻ്റെ ഈ സൈഡ് ഇതൊരു വരമ്പാണ്. ആദ്യം തന്നെ മണ്ണിനെ ഇളക്കി മറിക്കുന്നു. ഇളക്കി മറിച്ച് മണ്ണിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ നല്ല രീതിയിൽ മണ്ണ് ഇളക്കി മറിച്ചിട്ട് കളകൾ മാറ്റുന്നു. അതേസമയം അതിൽ ജലമെല്ലാം ആക്കി മണ്ണിനെ ഉഴുതുമറിച്ച്
ആദ്യമെല്ലാം കാളകൾ കൊണ്ടും ഒക്കെയാണ് ഉഴുതുന്നത്. ഇപ്പോൾ നമ്മൾക്ക് അതിൻ്റെ പകരം ട്രാക്ടറുണ്ട്. ട്രാക്ടർ കൊണ്ട് ഉഴുതുമറിച്ച് മണ്ണിനെ ശരിയാക്കുന്നു. പിന്നീട് നമ്മൾ വിത്തെറിയുന്നു. വിത്തെറിഞ്ഞിട്ട് അതിൽ ഓരോന്നും നമ്മൾക്ക് നല്ല ചെടികളായി വരുന്നു. അതാണ് ഈ കാണുന്ന ചെടികൾ. ഇതാണ് നമ്മുടെ ഞാറ് എന്ന് പറയുന്നത്. എല്ലാം അതും പച്ച, ഞങ്ങൾക്ക് പച്ച കളറായതുകൊണ്ട് അതും ഇതെന്താണ് പച്ചയാണ്. ഞാറും അത് ഈ ഞാറ് വളർന്ന് വലുതായി അതിൽ നിന്നും നമ്മൾക്ക് എന്ത് വരുന്നു? നെൽമണികൾ വരുന്നു. ആ നെൽമണികളിൽ നിന്നാണ് നമ്മൾക്ക് ഇന്ന് കാണുന്ന അരികൾ ഉണ്ടാകുന്നത്. നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അരിയിൽ നിന്നും പല വിധത്തിലുള്ള പൊടികൾ ഉണ്ടാക്കി നമ്മളത് ആഹാരമായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, താങ്ക് യു. കുഞ്ഞുനാൾ തൊട്ടേ നമ്മ പൈസ ശേഖരിച്ച് വെക്കാൻ ശീലിക്കണം. പണ്ട് കാലത്തെ കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടങ്ങളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് കാറ്റാടി. പണ്ട് കാലത്തെ കുട്ടികളൊക്കെയാണ് ഇതിൽ വെച്ചിട്ടാണ് കളിക്കുന്നത്. ഇതാണ് വള, ഇത് വാച്ച്, ഇത് പന്താണ്, ബോളാണ്. ഇത് പാമ്പാണ്. ഇതാണ് പക്ഷിയാണിത്. ഇത് പീപ്പി, കണ്ണാടി. പിന്നെ ഇത് മാലയാണ്. ഇത് കുമ്പിളി, കഞ്ഞി കുടിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. പിന്നെ ഇതാണ് കിരീടം.